നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണത്തിൽ കർഷകർക്കുള്ള നഷ്ടപരിഹാരം വേഗത്തിലാക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കുതിരാനിലെ ആനശല്യം തടയാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ മീൻ കയറ്റി പോവുകയായിരുന്ന പിക്കപ്പ് തലകീഴായി മറിഞ്ഞു. മീൻ ബോക്സുകൾ ചിതറിത്തെറിച്ചു. ഒഴിവായത് വൻ ദുരന്തം. സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുത്ത് മികച്ച വിജയം കരസ്ഥമാക്കിയവർക്ക് മഞ്ചേശ്വരത്ത് ആദരം. AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപനത്തിലേക്ക്. ആതിഥേയരായ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നിൽ. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പ്രദർശനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. മിയാവാക്കി വനത്തിന്റെ 5ാം വാർഷികം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ആഘോഷിച്ചു. കാലിക്കടവ് തൃക്കരിപ്പൂർ പ്രധാന പാതയോരത്താണ് വനം രൂപപ്പെടുത്തിയിട്ടുള്ളത്. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് തറക്കല്ലിട്ടു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വന്യജീവി ആക്രമണത്തിൽ കർഷകർക്കുള്ള നഷ്ടപരിഹാരം വേഗത്തിലാക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കുതിരാനിലെ ആനശല്യം തടയാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കാസർഗോട്ട് പറഞ്ഞു. തൃശ്ശൂർ ജില്ലയിൽ കുതിരാനിൽ ഞാൻ അവിടെ പ്രശ്നമുണ്ട് അടിസ്ഥാനത്തിൽ നോക്കി. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഇവിടെ കുതിരാൻ വന്നതോടുകൂടി തുരങ്കപാത വന്നതോടുകൂടി പഴയ പാത പോയി. അപ്പോൾ അവർക്ക് ക്രോസ് ചെയ്യാൻ കഴിയുന്നില്ല. ക്രോസ് ചെയ്യാൻ കഴിയാത്തപ്പോൾ അവർ റോഡിൽ തന്നെ നിന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണം? അവർ പറഞ്ഞു, നേരത്തെ ഈ കുതിരാൻ തുരങ്കത്തിൻ്റെ ഒരു ഭാഗത്ത് ഉള്ള ആനകളെ വന്യജീവികളെ മുഴുവൻ ഈ റോഡ് ക്രോസ് ചെയ്യാതെ ഇങ്ങോട്ട് പുനരധിവസിപ്പിക്കണം. അപ്പോൾ അത് പുനരധിവസിപ്പിക്കാനുള്ള ഒരു സ്കീം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സാധിക്കില്ലല്ലോ. അപ്പോൾ റോഡിൻ്റെ മധ്യേ കാടിൻ്റെ നടുവിലൂടെയുള്ള ഈ റോഡുകൾ വേണമെന്ന ആവശ്യത്തോട് ശാസ്ത്രീയമായൊരു സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അല്ലാതെ നമ്മളിങ്ങനെ വേലി കെട്ടി മാത്രം, കാരണം ഇവിടെ വേലി കെട്ടിയാൽ മറ്റു ഭാഗത്തൂടെ അവർ വരുന്നുണ്ട്. ഇപ്പോൾ കുതിരാൻ പോയതുകൊണ്ടാണ് അവർ ഈ റോഡിൽ നിന്ന് തട്ടം തിരിയുന്നത്. കാരണം അവർക്ക് അപ്പോട്ട് കടക്കാൻ കഴിയുന്നില്ല. പക്ഷേ കുതിരാൻ തുരങ്കം ഉണ്ടാകേണ്ടത് ആരുടെ ആവശ്യമാണ്? രാജ്യത്തിലെ ജനങ്ങളുടെ ആകെ ആവശ്യമാണ്. അപ്പോൾ രാജ്യത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ വന്യജീവികളുടെ സഞ്ചാരപഥത്തിന് ദോഷം വരാത്ത ഒരു ശാസ്ത്രീയ മാർഗം സ്വീകരിച്ചാൽ മാത്രമേ ശാശ്വത പരിഹാരമാവുകയുള്ളൂ. മറ്റതൊക്കെ നമുക്ക് താൽക്കാലിക പരിപാടികളാണ്. അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ നമ്മൾ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം കൂടിയാലോചിച്ചെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയുമായി കൂടി ചർച്ച ചെയ്ത് ഉന്നതതല ഉദ്യോഗസ്ഥ യോഗം ചേർന്ന് എന്താണ് കാലതാമസങ്ങൾ, തന്നെ ഫണ്ടില്ലായ്മയാണോ അല്ല ഉദ്യോഗസ്ഥ അലംഭാവമാണോ എന്ന് പരിശോധിച്ച് ഒരു ത്വരിതഗതിയിലുള്ള തീരുമാനം എടുക്കണം. അപ്പോൾ പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ അതിനു മുമ്പേ ഒരു കൂടിയാലോചന നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ അതിക്രമിച്ച് കയറി ആക്രമണം. അണങ്കൂർ ബദിരയിൽ രാവിലെ ബന്ധുക്കൾ തമ്മിലുണ്ടായ അടിപിടിയുടെ തുടർച്ചയായാണ് ആശുപത്രിയിലും ആക്രമണമുണ്ടായത്. സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർക്ക് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നും അക്രമിയെ രക്ഷപ്പെടാൻ അനുവദിച്ചെന്നും ആരോപിച്ച് ആശുപത്രിയിൽ ഡോക്ടർമാർ മിന്നൽ പ്രതിഷേധ സമരം നടത്തി. വ്യാഴാഴ്ച രാവിലെയാണ് അണങ്കൂർ ബദിരയിൽ തമ്മിലിടിച്ചവർ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത്. പരിക്കേറ്റയാളെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഇയാൾക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടാകുകയായിരുന്നു. പിറകിൽ നിന്നും ചവിട്ടേറ്റ ഇയാൾ തെറിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറുടെ മുകളിലേക്കാണ് വീണത്. ആക്രമണം തടയുവാനോ അക്രമിയെ പിടികൂടുവാനോ പോലീസിന് കഴിഞ്ഞില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനിവിടെ കാഷ്വാലിറ്റിയിൽ മെഡിക്കൽ ഓഫീസറാണ്. രാവിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു 10:30 മണിയോടെ 2 പേഷ്യൻസ് എന്നെ കാണിക്കാൻ വന്നു. അവർ ആക്ച്വലി നല്ല പരിക്കേറ്റ 2 വ്യക്തികളായിരുന്നു. നല്ല രീതിയിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നു. ഒരാളുടെ തലയ്ക്ക് പരിക്കും, ഒരാളുടെ കയ്യിലും കാലിലും ഫ്രാക്ചറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരെ പരിചരിക്കെ ഇത് ചെയ്ത വ്യക്തി പെട്ടെന്ന് കാഷ്വാലിറ്റിയിലോട്ട് വരികയും അതും ഡോറ് തള്ളി തുറന്ന് വരികയും ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ അങ്ങനെ ചവിട്ടിയ ആ ആഘാതത്തിൽ ആ പേഷ്യൻ്റ് വന്ന് വീണത് എൻ്റെ മുകളിലോട്ടാണ്. ആ സമയത്ത് അവിടെ നിന്ന് സ്റ്റൂളും എൻ്റെ കാലിലോട്ട് വന്നാണ് ഇടിച്ചത്. എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഇനിയും ഉണ്ടാവില്ല എന്ന് നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. പേഷ്യൻ്റായിട്ട് വന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇത് ചെയ്ത ആളാണ്. ആക്ച്വലി ഇതൊരു MLC ആണ്. അപ്പം കുടുംബ പ്രശ്നമാണ്, അവരുടെ വീട്ടിലുണ്ടായ തർക്കമാണ്.
അപ്പോൾ ആദ്യം പരിക്കേറ്റ ആൾക്കാരാണ് കാണിക്കാൻ വന്നത്. അതിനുശേഷം ഇത് ചെയ്ത വ്യക്തിയും വന്നു. അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളെയാണ് ആ വന്ന വ്യക്തി നേരിട്ട് പോയി ആക്രമിക്കുന്നത്. പോലീസ് ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ആ സമയത്ത് അവിടെ ഡ്യൂട്ടിയിൽ പോലീസുകാരുണ്ടായിരുന്നു, പക്ഷെ ആളെ കസ്റ്റഡിയിൽ എടുക്കുകയൊന്നും ചെയ്തില്ല. നമ്മൾ ആളെ ഒബ്സർവേഷനിൽ വെച്ചിരിക്കുന്ന സമയത്ത് ആൾ പോവുകയാണ് ചെയ്തത്. എന്നെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോഴേക്ക് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനു മുന്നും എനിക്ക് ഇതേപോലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പോലീസിന് സാധാരണ ആവശ്യമായൊരു സുരക്ഷ ഉറപ്പാക്കിയിട്ടില്ല എന്നതാണ് അവരുടെ ഇതിലുണ്ടായ ഒരു വിട്ടുവീഴ്ച എനിക്ക് പറയാനുള്ളത്. പ്രതികളെ വിടുകയും ചെയ്തു. ആക്ച്വലി അവർ പ്രതിയെ അവിടെ വെക്കേണ്ടതായിരുന്നു, അവർ പ്രതിയെ വിടുകയും ചെയ്തു. ഇപ്പോഴത്തെ സമൂഹത്തിന് ഒരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് നേരെ എന്തും ചെയ്യാം എന്നുള്ളൊരു അധികാരമാണ് അവർക്കുള്ളത്. അതിലെന്തായാലും ഒരു മാറ്റം വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇതുപോലെ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. സംഭവം നമുക്ക് ഇപ്പോൾ പൊതുവെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഡോക്ടർക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ പ്രതികരിക്കുന്നത്. സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർക്ക് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നും അക്രമിയെ രക്ഷപ്പെടുവാൻ അനുവദിച്ചെന്നും ആരോപിച്ച് ആശുപത്രിയിൽ ഡോക്ടർമാർ മിന്നൽ പ്രതിഷേധ സമരം നടത്തി. സ്വത്ത് സംബന്ധമായ പ്രശ്നമാണ് ആശുപത്രിയിൽ കയറിയുള്ള ആക്രമണത്തിന് കാരണമായത്. കൈകാലുകൾക്കും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റയാൾക്ക് നേരെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്. കുടുംബപരമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ് സ്വത്ത് പാർട്ടീഷൻ്റെ. അതിൻ്റെ ഇപ്പോൾ കോടതിയിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ അവർ ഫയൽ ചെയ്തായിരുന്നു, എന്നെ ഇത് പ്രവേശിക്കാൻ വിടണ്ടെന്ന് പറഞ്ഞിട്ട്. ആ ഇഞ്ചക്ഷന് കോടതി നിരസിച്ച് തള്ളി. അതിൻ്റെ ഒരു കോപ്പി ഞാൻ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിന് പറയുന്നതിന് മുമ്പ് അവരെന്ത് എന്നിട്ട് ഞാൻ ഇന്ന് പണിക്കാരെയും കൊണ്ട് പോയതാണ്, തോട്ടത്തിൽ പോയതാണ്. പണിക്കാരെ ഇറക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് ബ്രദർ ഗേറ്റ് പൂട്ടിയിട്ട് എന്നെ ഗേറ്റിൻ്റെ അകത്തിട്ട്, ഞാനും വണ്ടി എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അവൻ പുറത്ത് വന്നിട്ട് ഗേറ്റ് പൂട്ടി അവന് കീ കൊടുത്തിട്ട് അവൻ പോയി. ബ്രദർ കീ കൊടുത്തിട്ട് പോയി. അപ്പോൾ ഇവർ വന്നിട്ടാണ് ഈ അടിക്കുന്നുള്ളത്. ആടെ നിന്ന് അടിച്ച് ഇവർക്ക് അടിച്ച് എൻ്റെ വണ്ടീൻ്റെ എല്ലാ ഗ്ലാസും പൊടിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തി. കാഷ്വാലിറ്റിയിൽ നിന്ന് ഡോക്ടർ നോക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ മുമ്പിലുള്ള ചെയറിൽ നിന്നിട്ട് ഡോക്ടറിൻ്റെ കാല് നോക്കുന്നതാണ്ടായിരുന്നു. കാല് നോക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് തന്നെ ചവിട്ടുമ്പോൾ ഡോക്ടറെ മേക്കും ഈ സൈഡിലുള്ള കബോർഡ് ഉണ്ടല്ലോ, രണ്ടിലേക്ക് ടച്ച് ആയിട്ട് ഞാൻ അവിടെ വീണു. ഈടെ വന്നിട്ട് അടിച്ചത് മുഹമ്മദ് ഷാനിദ് എന്ന് പറയുന്നത്. ഇത് അതെൻ്റെ സഹോദരനല്ല. സഹോദരനും അകത്തുണ്ടായിരുന്നു. അവർ രണ്ടാളും കൂടിയിട്ടാണ് വന്നത്. ചെയ്തത് മുഹമ്മദ് ഷാനിദ്, രണ്ടാളുമാണ് അകത്ത് വന്നത്. മുഹമ്മദ് കുഞ്ഞും ഷാനിദും വന്നത്. ചെയ്തത് ഷാനിദ്, രണ്ടാളും ഒന്നിച്ചിട്ടാണ് അകത്ത് വന്നത്. ആശുപത്രിയിലുണ്ടായ ആക്രമണ സംഭവം വലിയ പരിഭ്രാന്തിക്കാണ് ഇടയാക്കിയത്. അക്രമിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആശുപത്രിക്കും ഡോക്ടർമാർക്കും മതിയായ സുരക്ഷ നൽകണമെന്നുമുള്ള ആവശ്യം ശക്തമാണ്. സംസ്ഥാനത്തെ ആശുപത്രിയിൽ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും നേരെ ആക്രമണം പതിവാണെന്നും ഇതിന് പരിഹാരമുണ്ടാകണമെന്നും സ്റ്റാഫ് കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ഒരു സമരത്തിലാണ്, നിസ്സഹകരണ സമരത്തിലാണ് സംഘടന ഇപ്പോഴുള്ളത്. അതേപോലെ ഈ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോഴുള്ള ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ആ ആക്രമണം നടക്കുന്ന സമയത്ത് 8 പോസ്റ്റിൽ പോലീസ് ഉണ്ടായിരുന്നില്ല. അവർ ആ സമയത്ത് മോർച്ചറിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ഇതിലൊരു മെയിൻ ആവശ്യം തന്നെ ആശുപത്രിയിൽ ഈ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശുപത്രിയുടെ ഹോട്ട്സ്പോട്ടാണ്. എപ്പോഴും അക്രമം ഉണ്ടാവാനും വൈകാരികമായ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും അക്രമം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ എല്ലാ സമയത്തും സുരക്ഷ ഉറപ്പുവരുത്തണം എന്നാണ് നമ്മൾ സ്റ്റാഫ് കൗൺസിലിനും പറയാനുള്ളത്, അതേപോലെ സംഘടനയ്ക്കും പറയാനുള്ളത്, KGMY സംഘടനയ്ക്കും പറയാനുള്ളത്. ഡോക്ടർമാർ പ്രതിഷേധവുമായി എത്തിയതോടെ വിഷയത്തിൽ പോലീസ് ഇടപെടുകയും അക്രമിയെ കണ്ടെത്തുവാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ മീൻ കയറ്റി പോവുകയായിരുന്ന പിക്കപ്പ് തലകീഴായി മറിഞ്ഞു. കാസർഗോഡ് നിന്നും ചെറുമത്തികളും കയറ്റി മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത്. മീൻ ബോക്സുകളെല്ലാം ചിതറിത്തെറിച്ച നിലയിലായിരുന്നു. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ മീൻ കയറ്റി പോവുകയായിരുന്ന പിക്കപ്പ് മറിഞ്ഞു. കുഞ്ചത്തൂരിലെത്തിയപ്പോൾ വാഹനത്തിന്റെ പിൻഭാഗത്തെ ടയർ ഊരിത്തെറിക്കുകയും തലകീഴായി മറിയുകയുമായിരുന്നു. കാസർഗോഡ് നിന്ന് ചെറുമത്തികളും കയറ്റി മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഊരിത്തെറിച്ച പിൻഭാഗത്തെ ടയർ സുരക്ഷാഭിത്തിയെയും മറികടന്ന് സർവീസ് റോഡിലേക്ക് പതിച്ചു. മീൻ ബോക്സുകളെല്ലാം പൊട്ടി മീനുകളെല്ലാം ചിതറിത്തെറിച്ച നിലയിലാണ്. വാഹനത്തിൽ ഉണ്ടായിരുന്നവരും സർവീസ് റോഡിനരികിലുണ്ടായിരുന്നവരും അപകടത്തിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ചക്രം ഊരിത്തെറിച്ചതാണ് പിക്കപ്പ് നിയന്ത്രണം തെറ്റി മറിയുവാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം.
റോഡിന്റെ മധ്യഭാഗത്തെ ട്രാക്കിലായിരുന്നു അപകടമെന്നതിനാൽ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടായില്ല. ദേശീയപാതയിൽ ഇത്തരത്തിൽ വാഹനാപകടങ്ങൾ പെരുകുന്നത് വലിയ രീതിയിലുള്ള ആശങ്ക ഉയർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം BRCയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുത്ത് മികച്ച വിജയം കരസ്ഥമാക്കിയ മഞ്ചേശ്വരത്തെ കായിക പ്രതിഭകളെയും പരിശീലകരെയും അനുമോദിച്ചു. AKM അഷ്റഫ് MLA അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുത്ത് മികച്ച വിജയം കരസ്ഥമാക്കി മഞ്ചേശ്വരം കായിക പ്രതിഭകൾ. മഞ്ചേശ്വരം BRC നേതൃത്വത്തിൽ പങ്കെടുത്ത കായിക പ്രതിഭകളെയും പരിശീലകരെയും അനുമോദിച്ചു. AKM അഷ്റഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സമഗ്ര ശിക്ഷ കേരള കാസർഗോഡ് ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ബിജുരാജ് അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം BRCയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകിയ 14 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ ക്രിക്കറ്റാണ് സംസ്ഥാനതലത്തിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത്. മഞ്ചേശ്വരം BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ ബിന്ദ്യ, സ്പെഷ്യലിസ്റ്റ് അധ്യാപകനായ മൊയ്തു, രാജേഷ് എന്നിവരാണ് ക്രിക്കറ്റിന് കുട്ടികൾക്ക് പരിശീലനം നൽകിയത്. വിവിധ ഇനങ്ങളിലായി 18 കുട്ടികളാണ് സംസ്ഥാന കായികമേളയിൽ പങ്കെടുത്തത്. മംഗൾപാടി പഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ, എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാന ഇക്ബാൽ, BPC സുമാദേവി, വാർഡ് മെമ്പർ മജീദ് പച്ചബ്ല, സുബൈർ, അബ്ബാസ് MA, അസീസ് മണിമുണ്ട, ലത്തീഫ് കജെ, സുമയ്യ, റീമ, പ്രഥമ അധ്യാപകരായ ചിത്രാവതി, പാട്രിക് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 5 ദിവസങ്ങളിലായി നടന്നുവരുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപനത്തിലേക്ക്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുവരുന്ന ജനറൽ വിഭാഗത്തിൽ ആതിഥേയരായ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പോയിന്റ് നിലയിൽ മുന്നിൽ. ആതിഥേയരായ കുട്ടമത്ത് ഗവൺമെന്റ് HSS 407 പോയിന്റ് നേടി 1-ാം സ്ഥാനത്ത് തുടരുമ്പോൾ 332 പോയിന്റുമായി പിലിക്കോട് ഗവൺമെന്റ് HSS 2-ാം സ്ഥാനത്തും 306 പോയിന്റ് സ്വന്തമാക്കി ചീമേനി HSS 3-ാം സ്ഥാനത്തും തുടരുകയാണ്. സംസ്കൃതം കലോത്സവത്തിൽ ഇളമ്പച്ചി GCS GHS 1-ാം സ്ഥാനത്തും GHS ചീമേനി 2-ാം സ്ഥാനത്തും കൊടക്കാട് KMV HSS 3-ാം സ്ഥാനത്തും തുടരുന്നു. അറബിക് കലോത്സവത്തിൽ റൗളത്തുൽ സ്കൂൾ തുരുത്തി 1-ാമതെത്തിയപ്പോൾ കൈക്കോട്ട് കടവ് VHS 2-ാം സ്ഥാനത്തും കടനാക്കടപ്പുറം GFHS 3-ാം സ്ഥാനത്തും തുടരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മൊഗ്രാൽ പുത്തൂർ GUP സ്കൂളിന്റെ 100-ാം വാർഷികം 2026 ഫെബ്രുവരി 4-5 തീയതികളിലായി നടക്കും. ലോഗോ പ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. 2026 ഫെബ്രുവരി 4-5 തീയതികളിലായി നടത്തുവാൻ തീരുമാനിച്ച മൊഗ്രാൽ പുത്തൂർ GUP സ്കൂളിന്റെ 100-ാം വാർഷികാഘോഷത്തിന്റെ ലോഗോ പ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ലോഗോ പ്രകാശനം നിർവഹിച്ചു. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീറ ഫൈസൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ, സ്കൂൾ HM വിമലകുമാരി ടീച്ചർ, PTA പ്രസിഡന്റ് സിറാജ് മൂപ്പ, PTA വൈസ് പ്രസിഡന്റ് രമേശ്, SMC ചെയർമാൻ കുഞ്ഞിക്കോയ തങ്ങൾ, ബഷീർ KT, ഹാരിസ് കമ്പാർ, സമീർ ബെള്ളൂർ, ഇക്ബാൽ ചൗക്കി, സിദ്ദിഖ് കമ്പാർ, ഹാരിസ്, സാക്കിർ, മജീദ്, ഹനീഫ്, മറ്റു സ്കൂൾ ടീച്ചേഴ്സ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പ്രദർശനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MSK പ്രൊഡക്ഷൻസ് ആണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ മഹിമയുടെ മഞ്ചേശ്വരം ഡോക്യുമെന്ററിയുടെ പ്രദർശനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. പ്രസിഡന്റ് ഷമീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ಡಾಕ್ಯುಮೆಂಟ್ ಸ್ಕ್ರೀನಿಂಗ್ ಅಂತ ಈ ಲಾಸ್ಟ್ ಹಂತಕ್ಕೆ ನಾವು ಇಲ್ಲಿ ಸೇರಿಕೊಂಡಿದ್ದೇವೆ. ಈ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷರು ಮೊಹಮ್ಮದ್ ಹನೀಫ್, ಚೇರ್ಪರ್ಸನ್ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್ಸ್ ಅವರು. വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ഹനീഫ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷംസീന അബ്ദുള്ള, അബ്ദുൽ ഹമീദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജീൻ ലെവിനോ മൊന്തേറോ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇബ്രാഹിം മുണ്ടിയത്തെടുക്ക തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MSK പ്രൊഡക്ഷൻസ് ആണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഗ്രാമപഞ്ചായത്തിൽ രൂപപ്പെടുത്തിയ മിയാവാക്കി വനത്തിന്റെ 5ാം വാർഷികം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. കേരളത്തിലെ കാവുകളുടെ ജപ്പാനീസ് പതിപ്പെന്ന് വിശേഷിപ്പിക്കാറുള്ള മിയാവാക്കി വനം കാലിക്കടവ് തൃക്കരിപ്പൂർ പ്രധാന പാതയോരത്താണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. കാലിക്കടവ് തൃക്കരിപ്പൂർ പ്രധാന പാതയോരത്തെ നടക്കാവിലാണ് 2.5 സെന്റ് സ്ഥലത്ത് മിയാവാക്കി വനം രൂപപ്പെട്ടിട്ടുള്ളത്. 499 സെന്റ് സ്ഥലത്തായി 90 പച്ചത്തുരുത്തുകളും തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട്. നഗരങ്ങൾ വനവൽക്കരിക്കുന്നതിനും അതുവഴി അവിടുത്തെ താപനില കുറയ്ക്കുന്നതിനും സഹായകരമാണെന്നാണ് കരുതുന്നത്. പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽ വളരുന്ന വലുതും ചെറുതുമായ മരങ്ങളുടെ വൈവിധ്യമേറിയ ശേഖരമാണ് മിയാവാക്കി വനം. ശരാശരി 10 മുതൽ 15 വർഷം കൊണ്ട് 150 വർഷം പ്രായമുള്ള സ്വാഭാവിക വനങ്ങൾക്ക് തുല്യമായ ഒരു കാട് രൂപപ്പെടുവാൻ ഇതുവഴി സാധിക്കുന്നുവെന്നാണ് കണക്ക്. ചെടികൾ നടുന്നതിലെ പ്രത്യേകതകളാണ് ഇതിന് കാരണം. ഒരു ചതുരശ്ര മീറ്ററിൽ 3-4 ചെടികളാണ് വേണ്ടത്. വള്ളിച്ചെടികൾ, കുറ്റിച്ചെടികൾ, ചെറുമരങ്ങൾ, വൻമരങ്ങൾ എന്നിവ ഇടകലർത്തി നടുന്നത് വഴി വനത്തിനുള്ള പല തട്ടിലുള്ള ഇലച്ചാർത്ത് ഉറപ്പാക്കുന്നു. അടുപ്പിച്ച് നടുമ്പോൾ ചെടികൾ സൂര്യപ്രകാശത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ കൂടുതൽ ഉയരത്തിൽ വളരുവാൻ ശ്രമിക്കുന്നു. നടക്കാവ് നെരൂദ ഗ്രന്ഥാലയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ ഉദ്ഘാടനം ചെയ്തു. അവിടെ ബിൽഡിങ്ങുകളും അതുപോലെ മന്ദിരങ്ങളും നിർമ്മിക്കുന്ന ഒരു കാട്ടകത്തൽ അത് പാടില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ തന്നെ അറിയാം, കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വർഷവും കഴിഞ്ഞ 3-4 വർഷങ്ങളായി യഥാർത്ഥത്തിൽ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച്, വിഷമങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയണം. ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി തന്നെ സംസാരിക്കാൻ നമ്മുടെ പ്രൊഫസർ ഇവിടെ ഉണ്ട്, ഡോക്ടർ ടി വനജ. അദ്ദേഹം ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ V ജയരാജൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക സർവകലാശാല ഉത്തരമേഖല അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ T വനജ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CA സിബി ജോർജ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ AK ഹാഷിം, പഞ്ചായത്ത് അംഗങ്ങളായ KV രാധ, KV കാർത്തിയായനി, പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം KV രാഘവൻ മാസ്റ്റർ, BNC കൺവീനർ N സുകുമാരൻ, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ PV ദേവരാജൻ, K ഷാജി, PP ബാലൻ എന്നിവർ സംസാരിച്ചു. പച്ചത്തുരുത്തുകളുടെ നിർമ്മാണത്തിന് സംസ്ഥാന പുരസ്കാരം നേടിയ തൃക്കരിപ്പൂർ പഞ്ചായത്തിന് ചടങ്ങിൽ അനുമോദനം നൽകി. മിയാവാക്കി വനം, പച്ചത്തുരുത്തുകൾ എന്നിവയുടെ പരിചരണത്തിലേർപ്പെട്ട മേറ്റ്മാരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് മോഹൻ ഉദിനൂർ രചിച്ച പരിസ്ഥിതി ഗാനങ്ങളുടെ ആലാപനവും നടന്നു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ആസ്റ്റർ മിംസിൽ ഗൈനോക്കോളജി വിഭാഗം പ്രവർത്തനം തുടങ്ങി. സ്ത്രീകളുടെ സമഗ്ര ആരോഗ്യ പരിപാലനത്തിനായി ഏറ്റവും നവീന സാങ്കേതിക വിദ്യകളും പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണവും സമന്വയിപ്പിച്ചാണ് കാസർഗോഡ് ആസ്റ്റർ മിംസിൽ ഗൈനോക്കോളജി വിഭാഗം ഒരുക്കിയിരിക്കുന്നത്. പ്രൗഢമായ ചടങ്ങിൽ സിനിമാ താരം അനഘ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗൈനക്കോളജി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ വിദ്യ നമ്പ്യാർ K, ഗൈനക്കോളജി ഓങ്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സംഗീത K, കൺസൾട്ടന്റ് ഡോക്ടർ പൃഥ്വി S, സ്പെഷ്യലിസ്റ്റുമാരായ ഡോക്ടർ ഷഹാന PV, അൻവിത S റാവു, സീനിയർ റെസിഡന്റ് ഡോക്ടർ നീലിമ രാജീവ് എന്നിവരും CO ഡോക്ടർ സോയ് ജോസഫ്, CMS ഡോക്ടർ സാജിദ്, ബിസിനസ് ഡെവലപ്മെന്റ് ക്ലസ്റ്റർ ഹെഡ് സരിത് നായർ, ഓപ്പറേഷൻ ഹെഡ് രഞ്ജു ആലപ്പാട്ട്, ബിസിനസ് ഡെവലപ്മെന്റ് ഹെഡ് വിജീഷ്, ബിസിനസ് ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് മാനേജർ അനിൽ മേലത്ത് എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UAEയുടെ 54ാം ദേശീയ ദിനാഘോഷം മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവുമായി KMCC നവംബർ 30 ഞായറാഴ്ച മാർട്ടിയേഴ്സ് ഡേ ദിനത്തിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ജദ്ദാഫിലുള്ള ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിലാണ് മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നത്. UAEയുടെ 54ാം ദേശീയ ദിനത്തിന്റെ ഭാഗമായി ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നവംബർ 30 ഞായറാഴ്ച മാർട്ടിയേഴ്സ് ഡേ ദിനത്തിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കും. ജദ്ദാഫിലുള്ള ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ കൈൻഡ്നസ് ബ്ലഡ് ഡൊണേഷൻ ടീമുമായി സഹകരിച്ചാണ് മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നത്. മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് വിജയിപ്പിക്കണമെന്ന് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അഭ്യർത്ഥിച്ചു.
ദുബായ് KMCC സംസ്ഥാന കമ്മിറ്റിയുടെ ഡിസംബർ 2 നടക്കുന്ന ദേശീയ ദിനാഘോഷ പരിപാടി വൻ വിജയകരമാക്കുവാനും ദുബായ് റണ്ണിൽ ജില്ലയിൽ നിന്ന് പരമാവധി പേരെ പങ്കെടുക്കുവാനും ഇത് സംബന്ധിച്ച് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. വെസ്റ്റ് ബെസ്റ്റൺ പേൾ ക്രീക്ക് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹനീഫ് TR സ്വാഗതം പറഞ്ഞു. KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബ്ദുള്ള ആറങ്ങാടി, ഹംസ തൊട്ടി, സെക്രട്ടറി അഫ്സൽ മെട്ടമ്മൽ, ജില്ലാ ഭാരവാഹികളായ CH നൂറുദ്ദീൻ, PP റഫീഖ് പടന്ന, ഹസൈനാർ ബീജന്തെടുക്ക, സുബൈർ അബ്ദുള്ള, ഹനീഫ ബാവ, മൊയ്തീൻ അപ്പ, ഫൈസൽ മൊഹസിൻ, PD നൂറുദ്ദീൻ, CA ബഷീർ പള്ളിക്കര, ബഷീർ പാറപ്പള്ളി, അഷ്റഫ് ബായാർ, സിദ്ദിഖ് ചൌക്കി, ആസിഫ് ഹൊസങ്കടി എന്നിവർ സംസാരിച്ചു. KP അബ്ബാസ് കളനാട് പ്രാർത്ഥന നടത്തി. ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെൻഷൻ പരിഷ്കരണം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന ആവശ്യം കേരള ബാങ്ക് റിട്ടയേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. കേരള ബാങ്കിൽ നിന്നും വിരമിച്ചവരുടെ പെൻഷൻ കേരള ബാങ്ക് ഏറ്റെടുക്കണമെന്നും പെൻഷൻ പരിഷ്കരണം എത്രയും വേഗം നടപ്പിലാക്കണമെന്നും പെൻഷൻ DA അനുവദിക്കണമെന്നും ജില്ലയിൽ എയിംസ് അനുവദിക്കണമെന്നും മുതിർന്ന പൗരന്മാർക്കുള്ള നിർത്തലാക്കിയ മുഴുവൻ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന കേരള ബാങ്ക് റിട്ടയേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പുതിയകോട്ട അർബൻ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനവും അംഗങ്ങൾക്കുള്ള ആരോഗ്യ സുരക്ഷാ കാർഡ് വിതരണവും സംസ്ഥാന ജനറൽ സെക്രട്ടറി P രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സഹായം കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് പെൻഷൻ പദ്ധതി പ്രാബല്യത്തിലുള്ളത്. ഈ പെൻഷൻ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം നമ്മൾ അതിൻ്റെ പുറകെ നടത്തിയിട്ടുണ്ട്. ജില്ലാ ബാങ്ക് ശമ്പള പരിഷ്കരണത്തിനായി ശ്രീ പിണറായി വിജയൻ തന്നെ നിയമിച്ച CV നായർ കമ്മിറ്റിയാണ് ആദ്യമായി ജില്ലാ സഹകരണ ബാങ്കുകളിൽ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കണമെന്ന് ആദ്യമായി റെക്കോർഡിങ്ങിൽ പറഞ്ഞിരുന്ന ഒരു കമ്മിറ്റി. ആ കമ്മിറ്റി പറഞ്ഞെങ്കിൽ പോലും ഗവൺമെന്റ് ഒന്നും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ നിരന്തരമായി സമരവും കാസർഗോഡ് മുതൽ കന്യാകുമാരി തിരുവനന്തപുരം വരെ വാഹന ജാതിയും ഒക്കെ നമ്മുടെ എൽദോസും മുണ്ടേരി എന്നാലും വന്നപ്പോഴി സുപ്പിയും അപ്പക്കൂട്ടനും ഞാനും എല്ലാം അടങ്ങുന്ന ഒരു കമ്മിറ്റി നടത്തിയിരുന്നു. ജില്ലാ പ്രസിഡന്റ് K ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് IV കുഞ്ഞിരാമൻ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KP കരുണാകരൻ നായർ, സംസ്ഥാന സെക്രട്ടറി M കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി TV മോഹനൻ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് സതീഷ് കരിങ്ങാട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് തറക്കല്ലിട്ടു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഓൺലൈൻ ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് തറക്കല്ലിട്ടു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇപ്പോൾ തന്നെ പഞ്ചായത്ത് ഓഫീസുകളിലും മുനിസിപ്പൽ ഓഫീസുകളിലും ഒക്കെ സേവനങ്ങൾക്കായി വരുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. 1-2 കൊല്ലം കഴിയുമ്പോഴേക്കും പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്നും മുനിസിപ്പൽ ഓഫീസുകളിൽ നിന്നും കിട്ടുന്ന സേവനങ്ങൾക്കായി ഒരാൾ ഓഫീസിൽ എത്താനിടയില്ല. ഉദുമ MLA CH കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, മുൻ MLA K കുഞ്ഞിരാമൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് നാസ്മിൻ വഹാബ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V സൂരജ്, KV ജയശ്രീ, A മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അബ്ദുള്ള മുഹമ്മദ് കുഞ്ഞി, CDS ചെയർപേഴ്സൺ സുമതി, മധു മുതിയക്കാൽ, രവീന്ദ്രൻ കരിച്ചേരി, MA ലത്തീഫ്, ലിജു അബൂബക്കർ, P മണിമോഹൻ, രവി വർമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് PP നന്ദിയും പറഞ്ഞു. 6.9 കോടി രൂപ ചിലവഴിച്ചാണ് നിലവിലുള്ള കെട്ടിടം പൊളിച്ച് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. GIS മാപ്പിംഗ് സർവേ പൂർത്തീകരിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ചടങ്ങിൽ അനുമോദിച്ചു. ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽ ദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി സംയുക്ത പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ട് BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പ്രതിഷേധ സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി സംയുക്ത പ്രതിഷേധ സായാഹ്നം നടത്തി.
കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ തന്നെ കയറുൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ ഉൾപ്പെടെയുള്ള കൈത്തറി തുണിത്തരങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അമേരിക്കയിൽ കയറ്റുമതി ചെയ്യാറുണ്ട്. ആ സമുദ്രോൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന സമുദ്രോൽപ്പന്നങ്ങളിൽ വലിയ ശതമാനം കയറ്റി അയക്കുന്നത് ഈ കേരളത്തിൽ നിന്നാണ്. അതുൾപ്പെടെ വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ട്രംപിന്റെ രണ്ടാം വരവോടുകൂടി 1995 ഉണ്ടാക്കിയ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളെല്ലാം അമേരിക്ക കൂടി മുൻകൈയെടുത്ത് ഉണ്ടാക്കിയതാണ്. എന്നാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ വേണ്ട വിധത്തിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അതിൽ നിന്നെല്ലാം അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറുകയാണ്. KSKTU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VK രാജൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് K കുഞ്ഞിരാമൻ സംസാരിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന ആവശ്യം KSEB അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗം നടന്നു. രാജ്യത്തെ വൈദ്യുതി മേഖല സമ്പൂർണമായി സ്വകാര്യവൽക്കുന്നതിന് ലക്ഷ്യം വയ്ക്കുന്ന ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് യോഗം നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് E മനോജ് ഉദ്ഘാടനം ചെയ്തു. നയപരമായ യൂണിയൻ സർക്കാർ എടുക്കുന്ന പല നടപടികളും ദ്രുതഗതിയിൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദ്രുതഗതിയിൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്താത്തത് കൊണ്ട് നമ്മൾ വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുക്കാതെ മാറ്റിവെക്കും. അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കില്ല. രണ്ടാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് രാജ്യത്താകെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള നയസമീപനങ്ങൾക്ക് രാജ്യത്ത് കേരളത്തിന്റെ പുറത്ത് ഉയരുന്ന പ്രതിഷേധവും പ്രക്ഷോഭവും അവർ ചൂണ്ടിക്കാണിക്കുന്നത് കേരളമാണ്. കേരളത്തിലേക്ക് നോക്കൂ, കേരളത്തിൽ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. കേരളത്തിൽ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് എന്തിനാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുന്നത്? അല്ലെങ്കിൽ ഇതിന്റെ പ്രസക്തി എന്താണ്? കാരണം പല പുതിയ സമീപനങ്ങളും കൊണ്ടുവരുമ്പോൾ ആ പുതിയ സമീപനങ്ങൾക്ക് പുറകിൽ ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയും. അപ്പൊ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ കേരളത്തിൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ എന്തിനാ ഇത് എന്നുള്ള ചോദ്യം വരും. ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷൈമ M സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ആശ TP അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അനുരാജ് M റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ കേശവൻ MR വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. വനിതാ സബ് കമ്മിറ്റി റിപ്പോർട്ട് കൺവീനർ നീതി കൃഷ്ണ അവതരിപ്പിച്ചു. സംസ്ഥാന സമ്മേളന റിവ്യൂ റിപ്പോർട്ടിംഗ് ജഗദീശൻ അവതരിപ്പിച്ചു. ശ്രീലാകുമാരി, സൂരജ് TP, ഭാസ്കരൻ M, രമേശ്, വിനീഷ VS, സമിത് MV എന്നിവർ സംസാരിച്ചു. പവിത്രൻ V നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യജീവി ആക്രമണത്തിൽ കർഷകർക്കുള്ള നഷ്ടപരിഹാരം വേഗത്തിലാക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കുതിരാനിലെ ആനശല്യം തടയാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ മീൻ കയറ്റി പോവുകയായിരുന്ന പിക്കപ്പ് തലകീഴായി മറിഞ്ഞു. മീൻ ബോക്സുകൾ ചിതറിത്തെറിച്ചു. ഒഴിവായത് വൻ ദുരന്തം. സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുത്ത് മികച്ച വിജയം കരസ്ഥമാക്കിയവർക്ക് മഞ്ചേശ്വരത്ത് ആദരം. AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപനത്തിലേക്ക്. ആതിഥേയരായ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നിൽ. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പ്രദർശനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. മിയാവാക്കി വനത്തിന്റെ 5ാം വാർഷികം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ആഘോഷിച്ചു. കാലിക്കടവ് തൃക്കരിപ്പൂർ പ്രധാന പാതയോരത്താണ് വനം രൂപപ്പെടുത്തിയിട്ടുള്ളത്. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് തറക്കല്ലിട്ടു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.